അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ വഹാബികൾ പരിശുദ്ധമായ റമദാനിൽ നിസ്കരിക്കുന്ന തറാവീനെ സംബന്ധിച്ച് വളരെ മോശമായിട്ട് ഇവിടെ കേരളത്തിലുള്ള ഉലമാക്കളെ പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ കണ്ടു. എന്താണെന്നോ, തറാവി 8 ആണെന്നതിലേക്ക് സുന്നികളെ കൂട്ടത്തിൽപ്പെട്ട സമസ്ഥാന സുന്നികളും അതിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് നടത്തിയ നേർക്കുനേർ പരിപാടിയിൽ നിന്ന് തറാവീനെ പറ്റി പറഞ്ഞ ഭാഗത്തിൽ നിന്ന് ഒരു ക്ലിപ്പ്, ചെറിയൊരു കഷ്ണം കട്ടെടുത്തുകൊണ്ട് അവരോട് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവരെന്തിനാ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ സുന്നികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് അതിനെ അനുകൂലിക്കുന്നോ എന്ന് കരുതാൻ വേണ്ടിയിട്ട്. ഇത് ഇവർ മാത്രമല്ല, അത് പല ആളുകളും അദ്ദേഹത്തിൻ്റെ സംഘത്തെയും നിസാരമാക്കാൻ വേണ്ടി വഹാബിസത്തിന് അനുകൂലമാണെന്ന് പലരും പറഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ വെള്ളം കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഇത്തരം പുഴയിലേക്ക് ഇറക്കിയിട്ട് വെള്ളം കുടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. എന്താ സംഗതി താരങ്ങൾ? ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വഹാബികളെ മേൽ മയ്യത്ത് സ്കരിക്കാം എന്നാണ് ഈ സംസ്ഥാന സുന്നികൾ പറയുന്നതെന്ന് അവർ പറയും. പക്ഷേ ഒരു വിഷയം ഉണ്ടായിരുന്നു, മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അതിനെതിരെ ഒരു പ്രസംഗം നടത്തിയതിൽ നിന്ന് ഇതുപോലെ തന്നെ കട്ടെടുത്തുകൊണ്ട് അവർ പ്രചരിപ്പിച്ചിരുന്നു. എന്നതുപോലെ ഇവിടെ തറാവി 20 റക്അത്താണ് എന്നത് ഇജ്മാ ആണ്, 4 മദ്ഹബിൻ്റെയും ഇജ്മാ ആണെന്ന് ബഹുമാനപ്പെട്ടവർ അവിടെ സ്ഥിരീകരിച്ചു. അവിടെ ഗണ്ണനത്തിൽ ഈ നേർക്കുനേർ പരിപാടിയിൽ ഒരാൾ ചോദ്യം ചോദിച്ചതിൽ ആ സമയത്ത് അള്ളാൻ്റെ റസൂൽ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ രീതിയെ സംബന്ധിച്ച് പറയുന്ന റക്അത്തിൻ്റെ എണ്ണം പറയാതെ രീതി പറഞ്ഞതിനെ എന്ത് ചെയ്തു? അതാ കണ്ടോ, 8 ആണെന്ന് റസൂലുള്ള നിസ്കരിച്ച് 8 ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോട്ടിമാട്ട ചെയ്തത്. എന്നാൽ തറാവി നിസ്കാരം 4 മദ്ഹബിൻ്റെയും ഇജ്മാ ആണ് എന്ന് മൂപ്പര് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇജ്മാനേക്കാൾ വലിയ പ്രമാണമല്ല നിങ്ങളെ ഖബർ വാഹിദിൻ്റെ ഹദീസ് എന്ന് പറയുന്നുണ്ട്. ഖബർ വാഹിദിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ റാവി ഒരേ വഴിയിലൂടെ റിപ്പോർട്ട് ചെയ്തത്, കുറേ ആളുകളില്ലാതെ, മുത്തവാത്തിറല്ലാത്ത നിലക്ക് ഖബർ വാഹിദ്. അപ്പോൾ അവിടെ തന്നെ ബഹുമാനപ്പെട്ട വിശദീകരിക്കേണ്ട ഖബർ വാഹിദിൻ്റെ ഹദീസിൽ വേറെ അതേ ഗ്രന്ഥത്തിൽ തന്നെ ഖബർ വാഹിദിൻ്റെ ഹദീസിൽ 20 എന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ പ്രമാണമാണ് ഇജ്മാ. ഖുർആനാണെന്ന് തിരിയണമെങ്കിൽ ഇജ്മാ വേണം, ഹദീസാണെന്ന് തിരിയണമെങ്കിൽ ഇജ്മാ വേണം എന്നൊക്കെ മുപ്പർ വിശദീകരിച്ചുകൊണ്ട്, വളരെ സുവ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് തറാവി നിസ്കരിക്കേണ്ടത് 20 ആണ്, 8 അല്ല. വഹാബികൾ 8ൽ നിന്ന് വട്ടപൂജ്യത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഈ തറാവി എന്ന് പറയുന്ന നിസ്കാരം ഈ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും അത് രാത്രി ഉറങ്ങി വന്നാലും തഹജ്ജുദ് പറഞ്ഞാലും ഒക്കെ ഒന്നാണ് എന്ന് പറയുന്ന ഈ വിഡ്ഢിത്തം വളരെ വ്യക്തമായിട്ട് സുന്നി ലോകത്തിന് വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിച്ചു കൊടുക്കുക മൗലാന അവർകൾ ചെയ്തത്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇവർ പറയുന്നുണ്ടല്ലോ, ഇവരെ നേതാക്കൾ ഇബ്നു തീമിയയും ഇബ്നുൽ ഖയ്യിമും ഇവരൊക്കെ 20 ആണെന്ന് വ്യക്തമാക്കിയത് ബഹുമാനപ്പെട്ടവരവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇന്നും മക്കത്തെ ഹറമിൽ, പള്ളിയിൽ, മക്കയിലും മദീനയിലും ഹറമിൽ 20 റക്അത്താണ് നിസ്കരിക്കുന്നത്. അതാരാ പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെ കൂടിയവർക്ക് എല്ലാവർക്കും അറിയാം. മക്കത്തെ പള്ളിയിലും മക്കയിലും മദീനയിലും ഹറമുകളിൽ തറാവി 20 റക്അത്ത് നിസ്കരിക്കാൻ ഞാൻ കൂടിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം മദീനയിൽ എന്നപോലെ മക്കയിലും. അവിടെ വേറെ ഒന്നുണ്ട്, എന്താ പറയുക, 10 റക്അത്ത് ഒരു ഇമാമ നിസ്കരിക്കുക, 10 റക്അത്ത് മറ്റൊരു ഇമാമ നിസ്കരിക്കുക. എന്നാൽ ഈ 2 ഇമാമുകൾ മാറി നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അവർ നിസ്കരിക്കുന്നത് ഈ 10 നിസ്കരിച്ച് അവർ വീട്ടിൽ പോകുകയല്ല, ബാക്കിക്ക് നിന്നായിട്ട് പിന്നെ വേറൊരു ഇമാമ് കയറിക്കുക ചെയ്യണത്. ഇത് വഹാബികൾ അംഗീകരിക്കുന്ന നാടാണല്ലോ സൗദി അറേബ്യ. അപ്പോൾ സൗദി അറേബ്യ ഉള്ളത് മുഴുവനും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ പറയേണ്ടി വരും. കാരണം എന്താ, ഇപ്പോൾ അവിടെ പല പുതിയ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമ, കള്ളുഷാപ്പ് എന്നൊക്കെ ഓലെന്നെ പറയൽ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇബാദത്തിൻ്റെ രൂപം റസൂലുള്ളാഹിൻ്റെ കാലം മുതൽക്കേ അവിടെ ഒരേ രൂപത്തിലാണ് തറാവി. ഉമർ എന്നവരാണ് അത് 20 റക്അത്ത് എന്താക്കിയത്, തറാവി 20 റക്അത്ത് എന്ന് കാണുന്ന രൂപത്തിൽ ഈ നിയമത്തുൽ ബിദഅത്ത് അതിൽ നിന്ന് റസൂലുള്ള
ഈ ഉമർ എന്നവർ പറഞ്ഞത് ഈ എല്ലാം കൂടിയതിനെയാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് അവിടെ ചെയ്തത്. എന്നിട്ട് ഇതൊന്നും അറിയാത്ത മാതിരി കോട്ടിമാട്ടി ഒരു മുറിക്ലിപ്പ് മാത്രം ഇട്ടുകാണ്ട് സുന്നികളെ കൂട്ടത്തെ സമസ്ഥാനക്കാർ എന്താണ് തറാവി 8 ഉള്ളൂ എന്ന് പറയുന്നുണ്ട് എന്ന് മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഏതോ വിഡ്ഢികൾ പറയുന്ന അത് ഒരു ബഷീർ ദാരിമിയാണെന്നൊക്കെ പറയുന്നത്. ബഷീർ എന്നൊരു ചങ്ങായി, അവൻ ദാരിമിയാണല്ലോ. ദാരിമി എന്നാൽ കുരുത്തക്കേട് പറ്റിയ ആൾ. അവിടെ പോയിക്കാണ്ട് കുറച്ച് കാലം പോയിക്കാണ്ട് കുരുത്തക്കേട് പറ്റി പോകുന്ന അവന് ഇപ്പം ഉമർ ഫൈസി പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, മറ്റേ പന്നിപ്പാറുള്ള ഒരാൾ അവിടെ കയറി അവിടെ ചെല്ലുമ്പോഴേ വഹാബിൻ്റെ ആശയമുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുരുത്തക്കേട് പറ്റി പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അവർക്ക് തോന്നിയത് പറയുക അല്ലാതെ ബഹുമാനപ്പെട്ടവരോ എന്നതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമിയോടോ തറാവി 8 ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അറമുകളിലും 20 നിസ്കരിക്കുന്നത്. ലോക മുസ്ലിമുകൾക്ക് 20 പരിചയമുള്ളൂ. എന്നാൽ അറമുകളിൽ ബാക്കിൽ ചില ആൾക്കാർ കാണാം 8 നിസ്കരിച്ചുകൊണ്ട് പൊതുജനങ്ങൾ ചില ആൾക്കാർ പോകുന്നത് കാണാം. അത് ഇതിൽ പിഴപ്പെടുന്ന കേരളത്തിൽ നിന്നൊക്കെ ചെല്ലുന്ന ഈ വഹാബി ഭ്രാന്ത് തലക്ക് പിടിച്ചവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിപ്രായം, നിങ്ങൾ കണ്ട അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുക. കണ്ടജാടെ നിൽക്ക് കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയാതെ നമ്മളൊക്കെ ഇപ്പോൾ അറമുകളിൽ എത്രയോ കൂടിയതാണല്ലോ. ഇന്നും ഉംറക്ക് പോകുന്നവരും എല്ലാവരും അറമുകളിൽ കൂടുന്നുണ്ട്. തറാവി ഇന്നും നിസ്കരിക്കുക, ഇന്നും ഒക്കെ നിസ്കരിക്കുന്നത് 20 റക്അത്ത് തന്നെയാണ്. അല്ല എന്ന് വഹാബികൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.